ശതത്തിലേറിയ ജടാവാറും നിശാനായകക്കീറും കൂറുപെരുത്ത ഭൂതഗണവും കേറും വൃഷാധീശനും ചീറും ചാരുഭുജംഗമാഭരണവും നേരോടി താറും ദിനം തോറും. എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാനിവിടെ ഊരാള കുടുംബാംഗമാണ്. പാലക്കാട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. ഏകദേശം 800 വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഈ പ്രദേശം മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു എന്നും തൊട്ടടുത്തുള്ള ഒരു മുല്ലപ്പള്ളി കുടുംബത്തിലെ ഒരു സ്ത്രീ പുല്ലരിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു എന്നും ഒരു കല്ലില് തൻ്റെ അരിവാള് ഉരച്ച സമയത്ത് അവിടുന്ന് രക്തം ദൃശ്യമായി എന്നും ആ സ്ത്രീ വളരെ പേടിച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടിയെന്നും അങ്ങനെ ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെ ഒരു സങ്കല്പം ഇവിടെ ഉണ്ട്, ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് അറിയുകയും അങ്ങനെയാണ് ഇവിടെ ഈ ക്ഷേത്ര നിർമ്മാണം നടന്നത് എന്നാണ് ഐതിഹ്യമായിട്ട് പറയുന്നത്. ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് തിരുമുല്ലപ്പള്ളി എന്ന പേരുകൂടി വന്നത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ തിടപ്പള്ളിയിലെ അടുപ്പിൽ നിന്ന് വെണ്ണീർ കോരി മാറ്റേണ്ടി വരാറില്ല എന്നത് ഒരു വിശ്വാസമായിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ പറയാറുണ്ട്. തിടപ്പള്ളിയിൽ എത്രയും വെണ്ണീറുണ്ടായാലും അത് കോരി മാറ്റേണ്ടി വരാറില്ല. പിറ്റേ ദിവസത്തേക്ക് അത് പാകമായി വീണ്ടും നേദ്യം വെക്കാനുള്ള അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരും എന്ന് ഒരു അനുഭവം പഴമക്കാർ പറഞ്ഞു വരുന്നു. മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറയുന്നത് ഈ ഭസ്മം തന്നെയാണ് ഇവിടെ കൊടുക്കാറുള്ളത്. ഈ ഭസ്മം ഒരു സർവ്വതോ രോഗ സംഹാരിയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. ഈ ചെറിയ അലർജി, ചൊറി ഇതൊക്കെ ഇല്ലാതെയാവാൻ ഈ ക്ഷേത്രത്തിലെ ഭസ്മം കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അനുഭവ സാക്ഷ്യത്തിൽ പറയാനുള്ളത്. ഈ മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത് രാത്രിയിൽ ഇവിടെ ക്ഷേത്രം നട അടച്ചു കഴിഞ്ഞതിന് ശേഷം നിത്യപൂജാദികളൊക്കെ കഴിഞ്ഞ് ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോലും മതിലകത്തേക്ക് പ്രവേശിക്കരുത് എന്ന ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് പൂർണ്ണ നിശബ്ദത ഉണ്ടായിരിക്കണം എന്നാണ് ഒരു വിശ്വാസമായിട്ട് പറയുന്നത്. ക്ഷേത്രം നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റ് വാദ്യഘോഷാദികളോ അല്ലെങ്കിൽ മറ്റ് തിരക്കുകളോ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു വിശ്വാസം കൂടിയുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. കാറൽമണ്ണയിലെ 10 നമ്പൂതിരി ഇല്ലങ്ങൾ ഉള്ള ഊരായ്മ കുടുംബാംഗങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ. അതിലെ മുതിർന്ന 3 പേര്, ആ 10 ഇല്ലങ്ങളിലെ മുതിർന്ന 3 പേരെ ആണ് ട്രസ്റ്റി ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ആ ട്രസ്റ്റി ബോർഡും ദേവസ്വവും ചേർന്നിട്ടാണ് ഇവിടെ ഭരണ ചുമതല നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ഭക്തജന കൂട്ടായ്മയിൽ നിന്ന് രൂപം കൊണ്ടിട്ട് ഒരു മാതൃസമിതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാതൃസമിതിയുടെ പ്രവർത്തനവും വളരെ ശ്ലാഘനീയമായ രീതിയിൽ നടന്നു വരുന്നുണ്ട്. ക്ഷേത്രത്തിലെ താന്ത്രിക അധികാരം ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ 2 കുടുംബങ്ങൾക്കാണ്. തൃശ്ശൂരിലുള്ള പെരുമ്പടപ്പ് മനക്കാരും അതുപോലെ തന്നെ തൃശ്ശൂരിൽ തന്നെയുള്ള മേൽമുണ്ടയൂർ മന, ഈ 2 പേരാണ് ഇവിടുത്തെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. തിരുമുല്ലപ്പള്ളി ക്ഷേത്രത്തിന്റെ കീഴടങ്ങളായിട്ട് മൂർക്കത്ത് വിഷ്ണു ക്ഷേത്രം, കൂടാതെ ഇളന്തിരുത്തി വിഷ്ണു ക്ഷേത്രം, തൊട്ട് അടുത്ത് പെരുവക്കുറിശി ശിവ വിഷ്ണു ക്ഷേത്രം എന്നിവയും ഇതിന്റെ കീഴടങ്ങളായിട്ടുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്ട് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ചെർപ്പുളശ്ശേരി വന്ന് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് കാറൽമണ്ണ എന്ന പ്രധാന സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഒരു 500 മീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ള ദൂരം. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ കാറൽമണ്ണ UP സ്കൂൾ സ്റ്റോപ്പിൽ ഇറങ്ങി കാറൽമണ്ണ പ്രധാന സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് മുന്നോട്ട് ഒരു 500 മീറ്റർ വന്നാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഇതാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ഒരു വഴിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. എൻ്റെ പേര് പരമേശ്വരൻ. ഈ ക്ഷേത്രത്തിലെ ഊരാള കുടുംബാംഗമാണ്. ഇവിടെ നിത്യേന ക്ഷേത്രത്തിലെ 5:30 മണിക്കാണ് നട തുറക്കുക. തുടർന്ന് ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയ ഹോമങ്ങൾ നടക്കും. അതിനുശേഷം ശ്രീരുദ്ര ധാരയോട് കൂടിയിട്ടുള്ള ഉച്ചപൂജ നടക്കും. രാവിലെ 9:30 നട അടയ്ക്കും. അതുപോലെ തന്നെ വൈകുന്നേരം 5:30 മണി മുതൽ 7:30 മണി വരെയാണ് ക്ഷേത്ര സമയം. വൈകുന്നേരം
ദീപാരാധന, അത്താഴപൂജ, ഇതാണ് ഇവിടുത്തെ ഒരു ദിവസേനയുള്ള പൂജാക്രമങ്ങൾ. കൂടാതെ തിരുവാതിര നക്ഷത്രത്തിൽ വാരമിരിക്കൽ എന്നൊരു ചടങ്ങ് എല്ലാ മാസവും നടന്നു വരുന്നുണ്ട്. ഇത് മുഖമണ്ഡപത്തിലിരുന്ന് വേദമന്ത്ര ആലാപനത്തോടെ ആണ് ഇത് നടക്കുക. ഇത് പൊതുവെ ക്ഷേത്ര ചൈതന്യത്തിനും അതുപോലെ തന്നെ നാടിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ വാരമിരിക്കൽ ചടങ്ങ് നടക്കാറുള്ളത്. അതുപോലെ വേറൊന്നാണ്, പ്രദോഷ ദിവസങ്ങളിൽ പ്രത്യേക ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ നടത്തുന്നിട്ടുള്ള പ്രദോഷ പൂജ നടക്കാറുണ്ട്. ഇതാണ് ദിവസേന നിത്യേനയായി നടന്നു വരുന്ന പൂജാക്രമങ്ങൾ. കൂടാതെ വിശേഷ ദിവസങ്ങളായിട്ട് കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രം വൈകുന്നേരം വാരം ആയി വരുന്ന ദിവസം ആറാട്ട് ആണ് ഇവിടുത്തെ പ്രത്യേകത. തുടർന്ന് അതിൻ്റെ പിന്നോട്ട് 7 ദിവസം മുമ്പേ കൊടിയേറി വളരെ ഗംഭീരമായ ആഘോഷത്തോടെ താന്ത്രിക ചടങ്ങുകൾക്കും ഒപ്പം തന്നെ കലാപരിപാടികൾക്കും ഒപ്പം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഉത്സവ ആഘോഷങ്ങളാണ് നടക്കാറുള്ളത്. പിന്നെ മറ്റൊന്ന്, ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവ ബലി എന്ന ചടങ്ങ് 5 ദിവസവും നടക്കുന്നു എന്നതാണ് വേറൊരു പ്രത്യേകത. വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിലാണ് 5 ദിവസത്തെ ഉത്സവ ബലി നടക്കാറുള്ളത്. അങ്ങനെ കുംഭമാസത്തിൽ നടക്കുന്ന ഉത്സവാഘോഷം, അതുപോലെ തന്നെ തുടർന്ന് ശിവരാത്രി ആഘോഷം, പിന്നെ മറ്റൊരു ആഘോഷം ആയിട്ടുള്ളത് വൃശ്ചിക മാസത്തിലെ 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടക്കുന്ന നവക പഞ്ചഗവ്യാഭിഷേകങ്ങളാണ്. 13-ാം തീയതി കളഭാഭിഷേകത്തോടെ അത് സമാപിക്കും. വൃശ്ചിക മാസത്തിലെ 30 ഞായറാഴ്ച ലക്ഷാർച്ചന, ഉദയാസ്തമന പൂജ തുടങ്ങിയിട്ടുള്ള വിശേഷ പരിപാടികളും നടന്നു വരുന്നു. പിന്നെ മിഥുനച്ചോതി ദേവന്റെ പുനഃപ്രതിഷ്ഠാ ദിനമാണ്. 2008 ക്ഷേത്രത്തിലൊരു ചെറിയ അഗ്നിബാധ ഉണ്ടാവുകയും തുടർന്ന് അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ക്ഷേത്രത്തിൻ്റെ വിളക്കുമാടം, മറ്റ് കെട്ടിടങ്ങൾക്ക് കേടുപാട് വന്നതും എല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ ഭംഗിയായി 2011 കർപ്പൂരാദി നവീകരണ കലശം നടക്കുകയുണ്ടായി. അത് വളരെ യാദൃശ്ചികമായി മിഥുനമാസത്തിലെ ചോതി നാളിലാണ് അതിൻ്റെ പുനഃപ്രതിഷ്ഠ കർമ്മം നിർവഹിച്ചത്. ഇത് കൊട്ടിയൂരുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അവിടെ ഇടവമാസം ചോതി മുതൽ മിഥുനമാസത്തിലെ ചോതിയിലാണ് അവിടെ കൊട്ടിയൂരപ്പൻ്റെ പൂജകൾ സമാപിക്കുന്നത്. അതേ ദിവസം തന്നെ ഇവിടെ പ്രതിഷ്ഠാദിനം വന്നു എന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ് അനുഭവപ്പെട്ടുള്ളത്. കാരണം ഇവിടുത്തെ ഒരു പ്രതിഷ്ഠാ സങ്കല്പവും ദക്ഷ പ്രജാപതിയുടെ യാഗം നടക്കുന്ന സമയത്ത് സതി ആത്മത്യാഗം ചെയ്ത ആ ഒരു കോപാഗ്നിയിൽ ഇരിക്കുന്ന മഹാദേവൻ, അങ്ങനെ അതിൻ്റെ സതീദഹനത്തിൽ മനസ്സടങ്ങിയ ആ മഹാദേവൻ ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സങ്കല്പമാണ് ഇവിടെ ഉള്ള പ്രതിഷ്ഠാ സങ്കല്പം. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ആ മിഥുനച്ചോതി നാളിൽ ഇവിടെ പ്രതിഷ്ഠാദിനം വന്നത് എന്നത് ഒരു നിമിത്തമാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഭഗവാന്റെ പുനഃപ്രതിഷ്ഠാദിനം ആഘോഷിച്ചു വരുന്നു. ഏകാദശ രുദ്രം ധാര, 1000 കുട അഭിഷേകങ്ങൾ, അതുപോലെ ചതുശത നിവേദ്യം, ഇതെല്ലാമാണ് അന്ന് പ്രത്യേകമായി നടക്കാറുള്ളത്. വൈകുന്നേരം സർപ്പബലി തുടങ്ങിയവയും നടക്കാറുണ്ട്. പിന്നീട് കർക്കിടക മാസത്തിൽ 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ പ്രത്യേകമായ മലർ നിവേദ്യം, അതുപോലെ തന്നെ ഗണപതി ഹോമം, വൈകുന്നേരങ്ങളിൽ ഭഗവത് സേവ, ഇത് വിശേഷമായിട്ട് നടത്തി വരുന്നു. 3-ാമത്തെ ഞായറാഴ്ച, കർക്കിടക മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച വിശേഷാൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, അതുപോലെ തന്നെ മഹാഭഗവത് സേവ എന്നിവയും ക്ഷേത്രത്തിൽ നടന്നു വരാറുണ്ട്. കുംഭമാസത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റ ദിവസം പനംകുറിശ്ശിക്കാവിലമ്മയ്ക്ക് കളമ്പാട്ട് ഇവിടെ ആരംഭിക്കും. ഇവിടുത്തെ തട്ടകത്തമ്മയായിട്ടുള്ള പനംകുറിശ്ശിക്കാവിലമ്മ ഈ തട്ടകത്തിലെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഈ ക്ഷേത്രത്തിൽ ഇരുന്നരുളുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കളമ്പാട്ടിന് കുറയിട്ട ഏകദേശം 90
ദിവസത്തോളം ആ കളമ്പാട്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ അവസാനം താലപ്പൊലിയോടുകൂടി അത് സമാപിക്കും. നമസ്കാരം, ഞാൻ ഇവിടുത്തെ ക്ഷേത്രം മേൽശാന്തിയാണ്. രജീഷ് നമ്പൂതിരി എൻ്റെ പേര്. ഇവിടുത്തെ നിത്യനിദാന കർമ്മങ്ങൾ രാവിലെ നട തുറക്കൽ 5:30 to 9:30 സമയം, വൈകുന്നേരം 5:30 to 7:30. രാവിലത്തെ വിളക്കുവെപ്പ് കഴിഞ്ഞാൽ അഭിഷേകം, ധാര, മലർനേദ്യം, പൂജ. പിന്നെ വിശേഷ ദിവസങ്ങൾ വന്നിട്ട് വാരമുണ്ട്, 30 തിങ്കൾ, പ്രദോഷ പൂജ. പിന്നെ ഉത്സവ സമയത്ത് കളമ്പാട്ട്, ഉത്സവ ബലി, ഉദയാസ്തമന പൂജ, ശ്രീഭൂതബലി. 5 ദിവസം ശ്രീഭൂതബലി ഉള്ള ഉത്സവമാണിത്. വിശേഷമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവില്ല, ഇവിടെ അതുമുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ശ്രീരാജ്. ഞാൻ ഈ അമ്പലത്തിൽ കഴക പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 വർഷമായി വന്നിട്ട്. ഇവിടെ വിശേഷമായ കൂളമാല, ഗണപതിക്ക് കറുകമാല, വിശേഷ നാരങ്ങമാല ഒക്കെ കെട്ടിവരുന്നു. എൻ്റെ പേര് രാജു. 2013 മുതൽ ഇവിടുത്തെ സ്റ്റാഫാണ്. ക്ലർക്ക് തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ക്ഷേത്രത്തിന്റെ വരുമാനത്തിൽ ഏറ്റവും നമുക്ക് ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം ഒന്ന് ഉത്സവത്തിന്റെ കൊടിയേറ്റത്തിൽ തുടങ്ങിയിട്ട് 90-98ഓളം പിന്നെ കളമ്പാട്ടാണ്. പിന്നെ രണ്ടാമത് മണ്ഡലമാസത്തിലെ വൃശ്ചിക 1 മുതൽ മണ്ഡലം 41 ദിവസം വരെയുള്ള ചുറ്റുവിളക്ക്, നിറമാല, തരത്തിലുള്ള ഇത്യാദി വഴിപാടുകളെ കൊണ്ടാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിലെ പ്രധാനമായ കളമ്പാട്ട് നടക്കുന്ന സ്ഥലം പാട്ടുപുര അഥവാ പാട്ടുകൊട്ടിൽ എന്നൊക്കെ പറയുന്നതാണ്. ഇവിടെ വെച്ചാണ് സുമാർ ഒരു 100 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കളമ്പാട്ട് പതിവ്. തട്ടകത്തിലമ്മയായ പനങ്കുരിശി ഭഗവതിക്കാണ് ഇവിടെ കളമ്പാട്ട് നടത്താറ്. ഇവിടെ നടക്കുന്ന വിശേഷാൽ കളമ്പാട്ട്, അതായത് വിശേഷ ദിവസങ്ങളിലും താലപ്പൊലിക്കൊക്കെ നടക്കുന്ന വിശേഷാൽ കളമ്പാട്ടിന്റെ ഒരു ഫോട്ടോ കൂടിയാണ് ഇത്. 8 തൃക്കൈകളായിട്ടുള്ള ഭഗവതിയുടെ ഫോട്ടോ ആണിത്. ഇത് വിശേഷാൽ കളമായിട്ടാണ് പറയാറ്. ഇവിടെ ഭാഗവത സപ്താഹം, അതുപോലെ രാമായണ പാരായണം, കർക്കിടക മാസത്തിൽ വിശേഷമായിട്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണം, വൈശാഖ മാസത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹത്തിന്റെയൊക്കെ യജ്ഞമണ്ഡപമാണ് ഇത്. അത് ചതുശ്ശതം ഒക്കെ പതിവുള്ളത് ഇവിടെയാണ്. സാധാരണ അടുപ്പ് തന്നെയാണ്. ഇത് അഗ്രശാല, ക്ഷേത്രം അഗ്രശാല. പ്രത്യേകമായിട്ട് പഴയ കാലങ്ങളിലൊക്കെ ഇവിടെ അഗ്രശാലയിലാണ് സാധാരണ വിശേഷ ദിവസങ്ങൾ, ഊണൊക്കെ പതിവ്. ഉത്സവകാലത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറ്. ഇത് ഈ അഗ്രശാലയുമായി ബന്ധപ്പെട്ട അടുക്കള. ഉത്സവകാലത്ത് മറ്റും ഭക്ഷണം വയ്ക്കുന്നതും വിശേഷ ദിവസങ്ങളിലൊക്കെ ഭക്തജനങ്ങൾക്കായിട്ട് ഭക്ഷണം തയ്യാറാക്കുന്ന അടുക്കളയാണ് ഇത്. ഇത് ഇവിടെ മുകളിലേക്ക് കയറി പോകുന്നത് പത്തായപ്പുരയാണ്. ക്ഷേത്രം ജീവനക്കാർക്ക് താമസിക്കാനും മറ്റും ഉള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയാണ് പത്തായപ്പുര പഴയ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളത്. വിളക്കുമാടം പണ്ടുണ്ടായിരുന്നു. പണ്ട് ഏതോ കാലത്ത്, പുരാതന കാലത്ത് വിളക്കുമാടം ഉണ്ടായിരുന്നത് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഈ
കഴിഞ്ഞ നവീകരണ കലശത്തോടു കൂടി കർപ്പൂരാദി നവീകരണ കലശത്തിലോടു കൂടിയാണ് ഇവിടെ വിളക്കുമാടത്തറ പൂർണ്ണമായിട്ടും പണി കഴിച്ച് സമർപ്പിച്ചത്. 30 തിങ്കളാഴ്ചയും ഉത്സവകാലത്തും മണ്ഡലകാലത്തും ഒക്കെ ഇവിടെ സ്ഥിരമായ എല്ലാ വിശേഷ ദിവസങ്ങളിലൊക്കെ സഹസ്രോത്തര ദീപാഞ്ജലി പതിവുണ്ട്. നമ്മൾ ആദ്യം കണ്ടത് കിഴക്കേ പത്തായപുരയാണ്. ഇത് തെക്കേ പത്തായപുര. ഇതും ജീവനക്കാർക്ക് താമസിക്കാനും മറ്റു സൗകര്യങ്ങളൊക്കെ വേണ്ടി തന്നെയാണ് പണ്ടുള്ളവരെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ താഴത്തെ ഭാഗം ക്ഷേത്രത്തിലേക്ക് പൂജാസാധനങ്ങൾ പൂജാദ്രവ്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള കലവറയാണ്. എൻ്റെ പേര് ബിന്ദു എന്നാണ്. ഞാൻ മൂർക്കത്തെ അമ്പലത്തിലെ കഴകം പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ ദേവന് വേണ്ട മാല, പൂവ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു പോരുന്നു. എൻ്റെ പേര്
നമസ്കാരം. എൻ്റെ പേര് ഹരിനാരായണൻ. ഞാൻ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഇവിടെ രാവിലെ 5:30 നട തുറക്കും, 9:30 വരെ നട തുറന്നിരിക്കും. വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെ ആണ് തുറന്നിരിക്കുക. ഇവിടെ രാവിലെ മാത്രമേ പൂജയുള്ളൂ. വൈകുന്നേരം മത്സ്യനിത്യവും ദീപാരാധന ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ പ്രധാന വഴിപാടുകള് നിത്യപൂജ, ലക്ഷ്മീനാരായണ പൂജ, ചന്ദനം ചാർത്തല് മുതലായവയാണ്. പിന്നെ ത്രികാല പൂജ. ലക്ഷ്മീനാരായണ പൂജ വളരെ വിശേഷമായിട്ടുള്ളതാണ്. ഒരുപാട് കുട്ടികൾക്ക്, വിവാഹം കഴിയാത്ത കുട്ടികൾക്ക് ഇത് നടത്തിയിട്ട് വിവാഹം കഴിഞ്ഞു പോയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വിശേഷ ദിവസങ്ങള് അഷ്ടമിരോഹിണി, പ്രതിഷ്ഠാദിനം, ഇടവത്തില് അത്തം, ഇതൊക്കെയാണ്. പിന്നെ നരസിംഹ ജയന്തി ഇപ്പോൾ ആഘോഷിക്കാറുണ്ട്. പിന്നെ ഇവിടെ എല്ലാ 30 ബുധനാഴ്ചയും സമ്പൂർണ്ണ ഗീതാപാരായണം നടക്കാറുണ്ട്. ഇവിടെ ഉള്ള മാതൃസമിതിയിൽ കുറെ സ്ത്രീകൾ ചേർന്നിരുന്ന് ഗീത മുഴുവനും പാരായണം ചെയ്യാറുണ്ട്. ദിവസേന ഇവിടെ അമ്മമാര് വന്നിരുന്ന് സഹസ്രനാമം ജപിക്കാറുണ്ട്. രാവിലെ കർക്കിടക മാസം കാലത്ത് രാമായണം വായന പതിവുണ്ട്. 30 ബുധനാഴ്ച സമ്പൂർണ്ണ ഗീതാപാരായണം, 30 വ്യാഴാഴ്ച സമ്പൂർണ്ണ നാരായണീയ പാരായണവും പതിവുണ്ട്.